വിവേകാനന്ദൻ വാ. താങ്ക് യു. കുറച്ച് നാളായല്ലോ എന്നെ കണ്ടിട്ട്. ഇരിക്കും. സാറ് അവസാനം തന്നാ ലേഹല്ലേ, ആ. അതൊട്ടും ശരിയാവത്തില്ല. കക്കൂസിൽ ഇറങ്ങാൻ സമയമില്ല. ഷേ, അങ്ങനെ ഒരു വഴിയില്ലല്ലോ. ഞാനും കഴിക്കുന്നതാണല്ലോ. അല്ല, ഇപ്പൊ 3 തരം ലേഹ്യമല്ലേ താൻ കഴിച്ചോണ്ടിരിക്കുന്നേ? അതെ. ഇത് കൂടാതെ മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന വേറെന്തെങ്കിലും കൂടെ വാങ്ങിച്ച് കഴിക്കാറുണ്ടോ? ആര് പറഞ്ഞു? താൻ എന്റെ ഷോപ്പിൽ നിന്നല്ലേ മരുന്ന് വാങ്ങിക്കാറ്. അതെ. അപ്പൊ പിന്നെ പ്രതാപൻ പറഞ്ഞതോ? അത് ഓരോന്നും മാറി മാറി പരീക്ഷിച്ച് നോക്കുമല്ലോ സാറേ. ആ, ഇതാ തന്റെ കുഴപ്പം. ഒന്നിക്ക് എന്നെ വിശ്വസിക്കും, എന്നിട്ട് ഞാൻ തരുന്ന ഐറ്റംസ് മാത്രം കഴിക്കും. അല്ല വിവേകാനന്ദ, ശരിക്കും എന്താ എന്റെ പ്രശ്നം? ഡോക്ടർക്ക് അറിയത്തില്ലേ? അതിന് എന്നെ ബുദ്ധിമുട്ടിപ്പിക്കേണ്ട കാര്യം എന്താ? മോനെ വിവേകാനന്ദ, ഇതിനൊക്കെ അലോപ്പതിയില് ഒരുപാട് മരുന്നുകളുണ്ട്, ടാബ്ലറ്റ് ആയിട്ടും ക്യാപ്സൂൾസ് ആയിട്ടും ഒക്കെ. അതിന് ഞാൻ ഇംഗ്ലീഷ് മരുന്ന് കഴിക്കില്ല. ശരിയാണല്ലോ. ഒരു കാര്യം ചെയ്യും, നമുക്ക് ലേഹ്യം വേണ്ട, പകരം ഒരു ചൂർണം തരാം. നമ്മുടെ കമ്പനി പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന മരുന്നാ. കുറച്ച് കശർപ്പുണ്ടാവും, സാരമില്ല. തേനിച്ചരച്ച് കഴിച്ചു